നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ CJP സമരവും ഡൽഹി പോലീസിൻ്റെ ഒരു റിപ്പോർട്ടും സംബന്ധിച്ചാണ്. ഡൽഹി പോലീസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ 2880 ക്രിമിനലുകൾ ആ സമരത്തിൽ പങ്കെടുത്തു. ഇവരൊക്കെ രാജ്യദ്രോഹികളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ രാജ്യദ്രോഹി മുദ്രാവാക്യം വിളി തുടങ്ങിയിട്ട് കുറേ ആയി. സമരം തുടങ്ങിയ സമയം മുതൽ വിളിക്കുന്നതാണ്. ചൈന ചാരൻ, അമേരിക്കൻ ചാരന്മാർ എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഞാൻ പറയാൻ വന്നതിൻ്റെ ആ സമരത്തിൽ സമരക്കാരെ അടിച്ചമർത്താൻ വേണ്ടി നെയിം ബോർഡില്ലാത്ത പോലീസുകാരും BJPക്കാർ കൊണ്ടുവന്ന കുറേ അനുയായികളും കൂടി കുട്ടികളെ തല്ലിച്ചതച്ച് നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് ലൈവായിട്ട് TV-കളിലും ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. അപ്പോൾ നിലവിൽ ഡൽഹി പോലീസിനെ ഭരിക്കുന്നത് BJP ആണ്. BJPക്കാർ തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസിലുള്ളത്. അപ്പോൾ അവർ കൊടുക്കുന്ന റിപ്പോർട്ട് നമ്മുടെ മോഹൻദാസിനെ പോലെ TJ മോഹൻദാസിനെ പോലുള്ളവർ കൊടുക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമല്ലോ അവിടുന്ന് റിപ്പോർട്ട് വരുന്നത്. ഇതൊക്കെ ഇവിടെ ഇത് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ അതുപോലെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ കുട്ടികളെ തല്ലിച്ചതയ്ക്കുകയും ഇതൊക്കെ ചെയ്ത അതേ പോലീസ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ യജമാനന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ആത്മരോഷം തോന്നുകയാണ്. കാരണം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം ഒരുക്കി വയ്ക്കുന്നത്. നമ്മൾ പണിയെടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതവും വിദ്യാഭ്യാസവും കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു രാജ്യത്ത് സർക്കാരും ചെയ്യേണ്ടത് അതൊക്കെ തന്നെയല്ലേ. ആ രാജ്യത്ത് വളർന്നു വരുന്ന കുട്ടികൾക്കും പൗരന്മാർക്കും അവർക്ക് യഥേഷ്ടം നല്ല വിദ്യാഭ്യാസവും അവർക്ക് ജോലിയും കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലേ അവർ കാഴ്ചവെക്കേണ്ടത്, അവർ ചെയ്യേണ്ടത്. അതിൽ അഴിമതിയും ഈ വക മോശം പ്രവൃത്തിയും നല്ലതിനാണോ? അത് നിങ്ങളൊന്ന് അടിസ്ഥാനപരമായിട്ടൊന്ന് ചിന്തിച്ചു വയ്ക്കുക. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തന്നെ പണിയെടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടിയല്ലേ. അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലാത്ത ആളുകളാണോ ഈ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ? അപ്പോൾ അവരുടെ ലക്ഷ്യം വേറൊന്നല്ലേ, അവർ രാജ്യത്ത് കൊള്ളയടിക്കുകയല്ലേ. അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലാത്തവരാണ് ഈ BJP നേതാക്കൾ എന്ന് പറഞ്ഞാൽ വളരെ മോശം. അവരെ വിളിച്ചെത്തി ചാനൽ ചർച്ച നടത്തുന്ന ചാനലുകാർ അതിലും വളരെ മോശം. ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.